വോയിസ് ഓഫ് റിവൈവൽ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 1970കളുടെ അവസാനത്തിൽ സെൻട്രൽ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗൗത്തിമാല രാജ്യത്തിലെ അൽമലോംഗോ പട്ടണത്തിൽ വലിയ ഒരു ദൈവിക ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. വലിയ ഒരു രൂപാന്തരം, ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഗ്രേറ്റ് ചേഞ്ച്, ഗ്രേറ്റ് റിവൈവൽ happened in the city of Almalongo, which turned that city upside down. It was an incredible work of God that happened. ആ പട്ടണത്തിൽ വലിയ രൂപാന്തരം വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ജയിലുകൾ അടയുന്നു, അവിടുത്തെ ക്രൈം റേറ്റുകൾ കുറയുന്നു, അവിടുത്തെ മദ്യശാലകൾ പ്രാർത്ഥനാലയങ്ങളായി കൺവേർട്ടഡ് ആകുന്നു. വലിയ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഈ ഉണർവ് അവിടെയുള്ള ജനത്തെ മാത്രമല്ല രൂപാന്തരപ്പെടുത്തിയത്, ശാപത്തിന് കീഴിൽ കിടന്ന അവിടുത്തെ നിലങ്ങളെ, ഭൂമിയെ പോലും ദൈവം സൗഖ്യമാക്കുന്ന വലിയ ദൈവത്തിന്റെ പ്രവൃത്തി, വലിയ വിളവുകൾ, ഗ്രേറ്റ് ഹാർവസ്റ്റ്, ബമ്പർ ഹാർവസ്റ്റുകൾ അൽമലോംഗോ പട്ടണത്തിൽ ഉളവാകുന്ന അങ്ങനെ ദൈവിക സൗഖ്യത്തിന്റെ വലിയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. In the late 1970s, a great revival swept the city of Almalongo that changed the city upside down. Not only did this revival transform and impact the people of Almalongo, but it changed even the land and even the nature. God brought healing to the land, and which resulted in great bumper harvest to the glory of God. 40 വർഷങ്ങൾക്ക് മുമ്പേ അൽമലോംഗോ പട്ടണത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായ, മോശമായ ഒരു സ്ഥിതിയായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ പിടിക്കപ്പെട്ട ഈ പട്ടണം പൈശാചികമായിട്ടുള്ള മന്ത്രവാദവും ആഭിചാരവും നിറഞ്ഞു നിന്ന അങ്ങനെയുള്ള ഒരു പട്ടണമായിരുന്നു. അവിടുത്തെ പുരുഷന്മാർ മദ്യപാനത്തിന്റെ ആസക്തിയിൽ പിടിക്കപ്പെട്ട് ആ തെരുവിലൂടെയൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ 7 മണിക്ക് തന്നെ മദ്യം കുടിച്ച് റോഡുകളിൽ ബോധമില്ലാതെ കിടക്കുന്ന അങ്ങനെയുള്ള മദ്യപാനത്തിന്റെ അടിമത്വത്തിൽ പിടിക്കപ്പെട്ട അങ്ങനെയുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോംഗോ. ദാരിദ്ര്യത്തിലും വലിയ ക്രൈമുകൾ നടക്കുന്ന, അടിയും വഴക്കും വയലൻസും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ നടക്കുന്ന അങ്ങനെയുള്ള വളരെ പൈശാചികമായിട്ടുള്ള അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോംഗോ. Almalongo was steeped in deep poverty, and there was such a demonic work that was happening, witchcraft and occult and idolatry, so much of crime and violence, because this land was under the bondage of alcoholic addiction, and as a result the men were addicted to alcohol, and most of them, even in the morning by 7 o'clock, would be found drunk lying on the roads. And that was the pathetic, tragic situation of Almalongo. The evangelists who came to town were driven out of town, chased and beaten. അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വന്ന സുവിശേഷകരെ അടിച്ച് അവരെ ഓടിക്കുന്ന അങ്ങനെയുള്ള ഒരു പട്ടണം, സഭകൾ വളരാത്തൊരു പട്ടണം, വളരെ പരിതാപകരമായിട്ടുള്ള ആത്മീയ അന്തരീക്ഷമുള്ള ഒരു പട്ടണമായിരുന്നു അൽമലോംഗോ പട്ടണം. ഒരു ദിവസം അവിടെ സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റർ മറിയാനോ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ ചില ആൾക്കാർ ഒരുമിച്ച് പിടിച്ച് ദേവദാസനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. അങ്ങനെ ഒരു പിസ്റ്റൾ തന്റെ വായിലേക്ക് ഇട്ട് ഷൂട്ട് ചെയ്യാൻ, ഫയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന്റെ മധ്യത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവമേ, എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അതിന് മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ഈ മനുഷ്യർ പിസ്റ്റൾ പുള്ള് ചെയ്തിട്ടും അത് ഫയർ ചെയ്യാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും ഈ പിസ്റ്റൾ ഫയർ ചെയ്യാതെ വന്നപ്പോൾ അവര് ഭയപ്പെട്ടു പോയി. പാസ്റ്റർ മറിയാനോനെ വിട്ടിട്ട് അവര് ഓടിപ്പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ പാസ്റ്റർ മടങ്ങി വന്ന് തന്റെ ജനത്തെ കൂട്ടി, വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു തന്റെ സഭയിൽ, അവരെ ഒരുമിച്ച് കൂട്ടി ദൈവസന്നിധിയിലേക്ക് മാനസാന്തരത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അങ്ങനെ ഒരു നിലവാരങ്ങളിലേക്ക് ദൈവം ആ പട്ടണത്തിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരാഴ്ചയിൽ തന്നെ 3-4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങളുടെ പട്ടണത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കണമേ, ഇവിടെ വാഴുന്ന അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരണമേ എന്ന് പ്രാർത്ഥിച്ച് അവർ ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായിത്തീർന്നു. അൽമലോംഗോ പട്ടണത്തിൽ വാഴുന്ന ചില അന്ധകാര അധിപതികൾ, അന്ധകാര ദുഷ്ട ശക്തികൾ അവിടെ വാഴ്ച നടത്തുന്ന അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. മാച്ചിമോൻ എന്ന് പറഞ്ഞ ഒരു ദുരാത്മ ശക്തിയും പാസ്കൽ അങ്ങനെയുള്ള
അന്ധകാരത്തിന്റെ ദുർശക്തികളുടെ വലിയ വ്യാപാരമാണ് ആ പട്ടണത്തെ അടിമത്വത്തിലാക്കി വെച്ചിരുന്നത്. ദേവദാസനും ആ സഭയും കൂടി വന്ന് അവർ നിരന്തരമായി ഉപവാസത്തോട് 3-4 ദിവസങ്ങൾ തുടർച്ചയായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവർ ദൈവസന്നിധിയിൽ അവരുടെ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്നും പ്രാർത്ഥിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് അടുത്തു വരുന്ന അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ നയിക്കുവാൻ ഇടയായി തീർന്നു. ശനിയാഴ്ച രാത്രികൾ അവർ ഒരുമിച്ച് കൂടി വന്ന് രാത്രി മൊത്തം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയും ആരാധനയും മധ്യസ്ഥ അണയ്ക്കുന്ന അങ്ങനെയുള്ള ആ പ്രവൃത്തികളിലേക്ക് ദൈവം ഈ ജനത്തെ നയിക്കുവാൻ ഇടയായി തീർന്നു. ദൈവസന്നിധിയിൽ വലിയ അനുതാപത്തോടും പ്രാർത്ഥനയോടും ജനം അടുത്തു വരികയാണ്. അവിടെയുള്ള പൈശാചിക ശക്തികളുടെ മേൽ അതിനെ ബന്ധിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. അതിന്മേൽ ദൈവം അവരെ സഹായിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ. മാസങ്ങൾ അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒക്കെ തുടർന്ന് പോകുന്നതിന്റെ മധ്യത്തിൽ പെട്ടെന്ന് അവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ വലിയൊരു വ്യതിയാനം ഉണ്ടാകുകയാണ്. സ്വർഗം തുറന്നു വരുന്ന അങ്ങനെയുള്ള പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. It was as if heavens were opening in this place. Months of deep repentance and prayer and intercession. People coming for times of fasting and praying 3 to 4 days a week. They would give themselves in fasting and praying and seeking the face of God in deep intercession and prayer, coming against the strongholds of the enemy, the principalities and powers in that place. And finally, it was as if God opened the heavens in that place. അവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ വലിയ വ്യതിയാനം, സ്വർഗം തുറന്നു വരുന്ന അങ്ങനെ ഒരു പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. പെട്ടെന്ന് മദ്യപാനത്തിന്റെ അടിമത്വത്തിലും ആസക്തിയിലുമായിരുന്ന പുരുഷന്മാർ പെട്ടെന്ന് സഭകളിലേക്ക് വരുന്ന ഒരു പ്രതീതി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. വലിയ മാനസാന്തരം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ ക്രൈം റേറ്റുകൾ ഡ്രോപ്പ് ചെയ്യാൻ ഇടയായി. ജയിലുകൾ ഒന്നൊന്നായി അടയുകയാണ്, മദ്യശാലകൾ അടയുകയാണ്. എവിടെ നോക്കിയാലും പ്രാർത്ഥനാ കൂട്ടങ്ങളും ആരാധനാലയങ്ങളും അവിടെയും ഇവിടെയൊക്കെ വരുന്ന അങ്ങനെയുള്ള ഒരു വലിയ രൂപാന്തരത്തിന്റെ ഒരു പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 1994 അവസാനത്തെ ജയിൽ, ആ പട്ടണത്തിൽ 4 ജയിലുകളാണ്. മുൻകാലത്ത് അവിടെയുള്ള ക്രിമിനൽ കേസസ് കാരണം, അവിടെയുള്ള ക്രൈം റേറ്റ് കാരണം ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞ് പട്ടണത്തിന് പുറത്തുള്ള ജയിലുകളിലേക്ക് ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള അവസ്ഥ മാറി. ഇപ്പോൾ ജയിലുകൾ അടയുകയാണ്, ജയിലുകൾ പ്രാർത്ഥനാലയങ്ങളായി മാറുകയാണ്. സ്തോത്രം. മദ്യശാലകൾ പ്രാർത്ഥനാലയങ്ങളായി മാറുകയാണ്, ആരാധനാലയങ്ങളായി മാറുകയാണ്. വലിയ മാനസാന്തരത്തിന്റെ പ്രവൃത്തി, വലിയ ദൈവ പ്രവൃത്തി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെയുള്ള പുരുഷന്മാർ, മദ്യപാനത്തിന് അടിമകളായ പുരുഷന്മാർ അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ സഭകളിലേക്ക് വരികയും പ്രാർത്ഥനാ കൂട്ടങ്ങളിലേക്ക് വരികയും അവർ അധ്വാനികളായി മാറുന്ന അങ്ങനെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ട ഈ ഉണർവ് ആ പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. മരണക്കിടക്കയിൽ ആയ അങ്ങനെയുള്ള ജീവിതങ്ങൾ സൗഖ്യമാകുവാൻ തുടങ്ങി. There was a great manifestation of the miracle working power of God. Signs and wonders and miracles began to happen here and there in the town, and people took note and they began to realize that this gospel is a life transforming gospel. ഈ സുവിശേഷം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം ജനം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. വിടുതലുകൾ സംഭവിക്കുകയാണ്. ദുരാത്മാക്കളാൽ ബാധിച്ചവര് കൂട്ടമായി വിടുവിക്കപ്പെടുന്ന അങ്ങനെയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവിടുത്തെ ജനം മാത്രമല്ല ഈ ഉണർവിൽ സ്പർശിക്കപ്പെട്ടത്, അവിടുത്തെ നിലം, അവിടുത്തെ ഭൂമി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന, സൗഖ്യപ്പെടുന്ന വലിയ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവിടുത്തെ നിലം ശാപത്തിന് കീഴിൽ കിടന്ന നിലം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവ് കൊടുക്കുന്ന നിലം പെട്ടെന്ന് ഫെർട്ടൈലായി മാറുക, ഫലപുഷ്ടിയുള്ളതായി മാറുക. 3-4 പ്രാവശ്യം കൃഷി ചെയ്ത് കൊയ്റ്റെടുക്കുവാൻ കഴിയുന്ന അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് അവിടുത്തെ ഭൂമിയെ, അവിടുത്തെ മണ്ണിനെ, അവിടുത്തെ പ്രകൃതിയെ, അവിടുത്തെ വെള്ളത്തെ ദൈവം അനുഗ്രഹിക്കുക. വലിയൊരു ദൈവപ്രവൃത്തി അവിടുത്തെ നേച്ചറിൽ തന്നെ വെളിപ്പെടുകയാണ്. ഒരു മാസത്തിൽ 4 പ്രാവശ്യം മാത്രം
ട്രക്ക് ലോഡ് വെജിറ്റബിൾസ് കൊണ്ടുപോകുന്ന ആ തലത്തിൽ നിന്ന് 40 ട്രക്കുകൾ ഒരു ആഴ്ചയിൽ പോകുന്ന നിലവാരത്തിൽ അവിടുത്തെ കൃഷിയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. It was great healing that came to the land. The land became so fertile, so productive, so fruitful that once it was just 4 truckloads of vegetables in a month, and that was changed into 40 truckloads in a week. Big transformation and healing manifested in the land. അവിടുത്തെ വെജിറ്റബിൾസ്, സ്തോത്രം, ഹല്ലേലൂയ, സാധാരണ രീതിയിലുള്ള വെജിറ്റബിൾസ് ആയിരുന്നു ഒരു സമയത്ത് ഈ രൂപാന്തരം സംഭവിക്കുന്നതിന് മുമ്പിൽ അവിടെ വന്നത്. പക്ഷെ ഈ രൂപാന്തരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെജിറ്റബിൾസിന്റെ സൈസ്, അവിടുത്തെ ക്യാരറ്റും അവിടുത്തെ ബീറ്റ്റൂട്ടിന്റെയും റാഡിഷിന്റെയും ഒക്കെ സൈസുകൾ വലിയ സൈസുകളായി മാറി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഫലപുഷ്ടിയുള്ള രീതിയിൽ, ആശ്ചര്യം കൂടുന്ന രീതിയിലുള്ള വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുത്തെ ആ ഭൂമിയിലും വിളവിലും കൃഷിയിലും വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവിടെ നടന്ന ഈ പ്രവൃത്തിയെ കണ്ടപ്പോൾ, സ്തോത്രം, അമേരിക്കയിലെ റിസർച്ച്, അഗ്രികൾച്ചർ റിസർച്ച് സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് ഇവിടെ ഇത്രമാത്രം ഇങ്ങനെയുള്ള രീതിയിലുള്ള വിളവും കൊയ്ത്തും കൃഷിയും നടക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ, പ്രത്യേകിച്ച് ഈ കൃഷിക്കാരൊന്നും ചെയ്യുന്നില്ല. അവര് കണ്ട ഒരു കാര്യം, വീണ്ടും വീണ്ടും അവർ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തിന് മഹത്വം കൊടുത്ത്, കർത്താവേ, ഞങ്ങൾക്ക് ഈ നിലം തന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ നിലത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. They gave glory to God. They were thanking God for their land and for the produce and for the harvest. നന്ദിയോടും ദൈവനാമ മഹത്വത്തോടും അവർ കാര്യങ്ങളെ ചെയ്യുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ഈ റിസർച്ചേഴ്സിന് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഇത് ദൈവത്താൽ സംഭവിച്ച ഒരു കാര്യമായി അവർക്ക് ബോധ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. വലിയ നിലവാരങ്ങളിൽ ദൈവം ആ പട്ടണത്തിൽ ഒരു വലിയ രൂപാന്തരം കൊണ്ടുവരികയാണ്. ഇപ്പോൾ സ്തോത്രം, അവിടെയുള്ള പുരുഷന്മാർ വലിയ വലിയ ട്രക്കുകളെല്ലാം വാടകയ്ക്ക് എടുത്ത്, ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ട്രക്കുകൾ എടുത്ത്, ഈ ട്രക്കുകളുടെ വിൻസ്ക്രീനിലും അവിടെ ഇവിടെയൊക്കെ ദൈവവചനങ്ങൾ എഴുതി വെച്ച് സുവിശേഷീകരിക്കുവാനായിട്ടുള്ള, ഇവാഞ്ചലിസത്തിന് വേണ്ടിയുള്ള ഒരു വിറ്റ്നസിംഗ് ടൂളായിട്ട് ഈ ട്രക്കുകളെ അവർ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ജീസസ് ഇസ് ലോർഡ്, ജീസസ് ഇസ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ ട്രക്കുകളിൽ തന്നെ അവർ സുവിശേഷത്തിന്റെ വാക്കുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലവാരത്തിൽ അങ്ങനെ സുവിശേഷീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി അവര് മാറുവാൻ ഇടയായി തീർന്നു. ആ പട്ടണത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഓരോ സ്ട്രീറ്റുകളിലും ബിബ്ലിക്കൽ നെയിംസ് കൊണ്ട് അവർ ദൈവത്തെ മാനിക്കുന്ന അങ്ങനെ ഒരു വലിയ രൂപാന്തരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 95-98% ജനം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്ന അങ്ങനെ ഒരു പ്രതീതി ആ പട്ടണത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ചുറ്റുമുള്ള പട്ടണങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ അൽമലോഗോ പട്ടണത്തിലുള്ള ജനം ഒരുമിച്ച് കൂടി വരുന്നത്, അവരുടെ കോമൺ ഗ്യാതറിംഗ്, ആനുവൽ ഗ്യാതറിംഗ്സിൽ അവർ ഒരുമിച്ച് കൂടി വരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർ ഒരുമിച്ച് കൂടി വന്ന് അവരുടെ ദേശത്തെ അനുഗ്രഹിച്ച്, കർത്താവേ, ഇവിടെ വലിയ രൂപാന്തരം ഉണ്ടാകണമേ, പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ഈ പട്ടണം മാറണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടും, അതേപോലെ തന്നെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ ദൈവമേ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്തത് ചുറ്റുമുള്ള പട്ടണങ്ങളിലും രാജ്യങ്ങളിലും സംഭവിക്കുവാൻ അവർ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള കൂടിവരവുകളാണ് അൽമലോഗോ പട്ടണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Praise God. This was great transformation. A city transformed by the power of the Holy Spirit and by the power of the gospel. വലിയ രൂപാന്തരം, ഒരു പട്ടണത്തെ തന്നെ ആകമാനം രൂപാന്തരപ്പെടുത്തിയ വലിയ ഉണർവ്, വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ മാനസാന്തരം. Praise God. Hallelujah. നാം അന്ത്യ നാളുകളിൽ വന്ന് നിൽക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റീസിലും നമ്മുടെ ദേശങ്ങളിലും അൽമലോഗോയിൽ ദൈവം ചെയ്തത് നമ്മുടെ ദേശങ്ങളിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം. ഒരു വലിയ ദൈവിക ഉണർവ് ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള സമയമായി ഈ ഉണർവ്
ഈ ഉണർവ് സ്തോത്രം ദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഉണർവും ദേശങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ഉണർവും ആയിത്തീരും. മനുഷ്യനെയും സൃഷ്ടിയെയും ഒരേപോലെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉണർവായിത്തീരും. This end time revival is not only going to touch and transform the people and heal the people. This end time revival will be a healing even to the land, and therefore let's get ready. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുങ്ങി നമ്മെ തന്നെ വളരെ സമർപ്പണത്തോട് നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് വരാം, നമ്മെ തന്നെ സമർപ്പിക്കാം.